വൈകാരികമായി നിങ്ങളെ ആരും ബന്ധിക്കരുത്. നമ്മുടെ നിയോഗങ്ങളെ തടയുവാൻ, നമ്മുടെ വാഗ്ദത്തങ്ങളെ തടയുവാൻ ശത്രു പല വിധത്തിൽ പ്രവർത്തിക്കും. ചിലപ്പോൾ മാന്ത്രികമായ ആഭിചാരം കൊണ്ടുള്ള തടസ്സങ്ങളുണ്ടാകാം. ചിലപ്പോൾ മനുഷ്യർ നമുക്കെതിരായി നിന്നേക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളോ കുറ്റങ്ങളോ ഒക്കെ തന്നെ നമ്മുടെ വാഗ്ദത്തത്തിലേക്കുള്ള വഴികൾ അടയ്ക്കുന്നതായിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ മറ്റൊന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വൈകാരികമായ ബന്ധനങ്ങൾ, ഇമോഷണൽ ബോണ്ടേജസ്, ഇമോഷണൽ ഹിൻഡ്രൻസസ്, വൈകാരികമായി നമ്മളെ ബന്ധിക്കുകയും വൈകാരികമായി നമ്മളെ തടയുകയും ചെയ്യാം. പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്രയുടെ സമാപനത്തിൽ പൗലോസ് യെറൂശലേമിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. താനിങ്ങനെ കൈസറിയയിൽ നിന്ന്, സിറിയയിൽ നിന്നൊക്കെ യാത്ര ചെയ്തിങ്ങനെ വരുമ്പോൾ താൻ ആഗ്രഹിക്കുന്നത് യെറൂശലേമിലേക്ക് പോകുവാനാണ്. എന്നാൽ യെറൂശലേമിലേക്ക് പോകരുതെന്ന് ചിലർ സ്നേഹത്തോടെ തന്നെ വിലക്കി. പക്ഷേ അദ്ദേഹം അതിന് വഴിപ്പെട്ടില്ല. അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ പൗലോസിൻ്റെ അരക്കച്ച അഴിച്ചിട്ട് പൗലോസിൻ്റെ അടുക്കൽ പറയുകയാണ്, പോകരുത് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. കണ്ടോ, നല്ല ആലോചനകളാൽ തടയുവാൻ നോക്കുന്നു. 2, ചില ഭീഷണികളാൽ, ആത്മീയമായ ചില വാണിങ്ങുകളാൽ തടയാൻ നോക്കുന്നു. എന്നാൽ അതിനെയൊക്കെ പൗലോസ് അതിജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് യാത്ര പുറപ്പെടുവാൻ നിൽക്കുന്ന വേളയിൽ പൗലോസിനെ സ്നേഹിക്കുന്ന അവിടെയുള്ള ജനങ്ങൾ മുഴുവനും കൂടെ പൗലോസിൻ്റെ അടുക്കൽ വന്നിട്ട് വാവിട്ട് കരയുകയാണ്. 21-13 അപ്പോസ്തല പ്രവൃത്തി. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത്. അഗബോസ് ഒന്ന് പ്രവചിച്ചിട്ടും ശത്രു ഭീഷണിപ്പെടുത്തിയിട്ട് ഒന്നും പൗലോസിൻ്റെ ഹൃദയത്തിനൊരു കുലുക്കോ ഇല്ല. പക്ഷെ എല്ലാവരും കൂടെ നിന്ന് കരഞ്ഞ് ബഹളം വെക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എൻ്റെ ഹൃദയം എവിടെയോ തകരുകയാണ്, എൻ്റെ നിയോഗത്തിലേക്ക് മൂവ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, ഇമോഷണലി നിങ്ങളെ ആരും ബന്ധിക്കരുത്. ഇമോഷണലി നിങ്ങളെ ആരും വഴി തടയരുത്. നീ ഇട്ടിട്ട് പോയാൽ, നീ എന്നെ വിട്ടിട്ട് പോയാൽ, നീ എന്നോട് അങ്ങനെ ചെയ്താൽ ഞാൻ തകർന്നു പോകും. ഇമോഷണൽ ബോണ്ടേജസ്, ഇമോഷണൽ ഹിൻഡ്രൻസസ്, അതൊരു പൈശാചിക തന്ത്രമാണ്. പക്ഷേ 21-13 പൗലോസ് പറഞ്ഞു, നോ, നിങ്ങളുടെ ഇമോഷണൽ ബോണ്ടേജുകളാൽ എന്നെ കെട്ടാൻ കഴിയത്തില്ല. എൻ്റെ അകത്തൊരു നിർണയമുണ്ട്, ക്രിസ്തുവിന് വേണ്ടിയുള്ള നിർണയം. 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ സമ്മതിപ്പിച്ചു കൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. ഇമോഷണൽ ബോണ്ടേജുകളെക്കാൾ, ഇമോഷണൽ ക്ലെയിമുകളെക്കാട്ടിലും അവിടെ പവർഫുള്ളായി നിന്നത് വിൽ ഓഫ് ഗാഡ്, ദൈവേഷ്ടമായി. ലെറ്റ് ദ വിൽ ഓഫ് ഗാഡ് പ്രിവെയിൽ ഇമോഷണൽ ഹിൻഡ്രൻസസ്, ഇമോഷണൽ ബോണ്ടേജസ്. വൈകാരികമായി നിങ്ങളെ ആരും ബന്ധിക്കരുത്. ആരും കരഞ്ഞു കാണിച്ചോ, ആരും വെപ്രാളം കാണിച്ചോ, ആരും ഇപ്പോൾ തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞോ, ആരും ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞോ, നിങ്ങളെ വഞ്ചിക്കരുത്. ലെറ്റ് ദ വിൽ ഓഫ് ഗാഡ് പ്രിവെയിൽ ഓവർ ഇമോഷണൽ ബോണ്ടേജസ്.